So on the last class, we have learned about trigonometric ratio. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് കണ്ടത്? ട്രിഗണോമെട്രിക് റേഷ്യോ എന്താണെന്ന് കണ്ടു. അതിനുള്ള ഒരു ട്രിക്കും നമ്മൾ പറഞ്ഞു തന്നിരുന്നു. ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഒന്നും കൂടി പറയാം. സൈൻ തീറ്റ എന്ന് വരുമ്പോൾ നമ്മളത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ്. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ്. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇത് നമ്മൾ എപ്പോഴും ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഓർത്തു വെച്ചാൽ മാത്രം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സൈഡിൽ അത് എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് ഒന്ന് അടുത്ത 2000 അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അടുക്കാൻ 2015 ചോദിച്ച ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്, നമുക്കത് ചെയ്യാം. ക്വസ്റ്റ്യൻ നമുക്ക് 2015 ചോദിച്ചതാണ്, ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 3 cot A is equal to 4. Prove that 1 minus tan square A divided by 1 plus tan square A is equal to cos square A minus sin square A. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമുക്ക് അതിനകത്ത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് 1 minus tan square A divided by 1 plus tan square A is equal to cos square A minus sin square A എന്ന് പ്രൂവ് ചെയ്യണം നമുക്ക്. അപ്പൊ LHS-ഉം RHS-ഉം സെയിം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്? 3 cot A is equal to 4 എന്നാണ്. അപ്പൊ 3 നമുക്കത് എഴുതാൻ താഴോട്ട് 3 cot A is equal to 4 ആണ്. Therefore cot A നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. cot A is equal to എന്താണ്? 4/3. ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? 4/3. അപ്പം cot A യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4/3 ആണ്. എന്താണ് നമുക്ക് cot A? ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. cot A എന്ന് പറഞ്ഞാൽ എന്താണ്? cot A എന്താണ്? tan A എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. നമുക്കൊന്ന് പിക്ചർ വരച്ച് നോക്കാം. നെയിം കൊടുക്കാം നമുക്ക്. cot A ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആംഗിൾ ഇവിടെ കൊടുക്കാം. ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസന്റ് സൈഡ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്. അതില് നമുക്ക് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന BC ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 3 ആയിട്ട് വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇതിന്റെ ഹൈപ്പോന്യൂസ് ആയിട്ട് വരും. പിന്നെ അഡ്ജസന്റ് സൈഡ് വരുന്നത് 4 ആണ്. മനസ്സിലായല്ലോ? cot A എന്ന് പറയുന്നത് എടുത്തിരിക്കുന്ന 4/3. അതില് cot എന്ന ടാനിന്റെ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അത് നമുക്ക് പിന്നെ റെസിപ്രോക്കൽ വരും. ടാനിന്റെ റെസിപ്രോക്കൽ ആണ് cot എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് OA എന്ന് പറയുന്നത് എന്താവും? AO ആവും. AO ആവും. അതുകൊണ്ടാണ് അഡ്ജസന്റ് സൈഡ് ഓഫ് ഇത് പിക്ചോറിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്? നമുക്ക് ആംഗിൾ A എടുക്കുമ്പോൾ ആംഗിൾ Aക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് BC ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 4ഉം കൊടുത്തു അല്ലേ? നമുക്ക് ഇനി നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഹൈപ്പോന്യൂസ് എന്താന്ന് നമുക്ക് തന്നിട്ടില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. ഹൈപ്പോന്യൂസ് കണ്ടുപിടിക്കുന്ന അപ്ലൈയിങ് എന്താണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? അപ്ലൈയിങ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം. അതായത് പൈതഗോറസ് തിയറം എന്താണ്? AC സ്ക്വയർ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ കണ്ടതാണ്. AC സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ അല്ലേ? BC സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം. BC സ്ക്വയർ എന്താണ്? BC സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. AB സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 പ്ലസ് 16. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 25 കിട്ടും അല്ലേ? AC സ്ക്വയർ ആണ് നമുക്ക് 25 എന്ന് കിട്ടിയിരിക്കുന്നത്. Therefore AC എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് റൂട്ട് ഓഫ് 25 എത്രയാണ്? 5 അല്ലേ? അപ്പൊ നമുക്ക് അതും കിട്ടിക്കഴിഞ്ഞു. ഹൈപ്പോന്യൂസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താണ് LHS? ഇതിനകത്ത് LHS എന്ന് പറയുന്നത് നമുക്ക്
1 മൈനസ് ടാൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണ് അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. 1 മൈനസ് ഇത് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് 1 മൈനസ് ടാൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ. അതിന്റെ LHS എന്ന് പറയുന്ന 1 മൈനസ് ടാൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണ്. ഫസ്റ്റ് നമുക്ക് ടാനിന്റെ നമുക്ക് അറിയാവുന്ന ഇവിടെ കണ്ടു കഴിഞ്ഞു അല്ലെ? 1 മൈനസ് ടാൻ സ്ക്വയർ എ. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് നമ്മൾ കണ്ടത്? 3 ആണ് അല്ലേ? 1 മൈനസ് 3 ബൈ അഡ്ജസൻറ്റ് സൈഡ് 4 the whole square divided by 1 plus 3 by 4 the whole square. ഞാൻ പിടികിട്ടിയല്ലോ. നമുക്ക് ഇനി നോക്കാം. 1 മൈനസ് 3യുടെ സ്ക്വയർ 9, 4 into 16 divided by 1 plus 9 divided by 16 അല്ലേ? ഇത് നമുക്ക് ഈക്വൽ ടു LCM ഏതാണ് വരുന്നത്? 16 വരും അല്ലേ? 16 ആണ് LCM വരുന്നത്. നമുക്ക് 16 മൈനസ് 9 ഡിവൈഡ് ബൈ 16 പ്ലസ് 9. മനസ്സിലായല്ലോ? 16 മൈനസ് 9 ഡിവൈഡ് ബൈ 16, 16 പ്ലസ് 9 ഡിവൈഡ് ബൈ 16. LCM കണ്ടതാണ്. 16 16 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 അല്ലേ? 16 പ്ലസ് 9 ഈ divided by 16 16 പോയി. 16 minus 9 7 divided by 16 plus 9 എന്ന് പറഞ്ഞാൽ 25. 25 ആണ്. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് 7/25. മനസ്സിലായോ? അപ്പൊ അതൊന്നും കൂടി പറഞ്ഞു തരാം. LHS എടുക്കുമ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണ്. അതാണ് നമ്മൾ അത് പിന്നെ രണ്ടും അതായത് LHS ഉം RHS ഉം പ്രൂവ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 1 മൈനസ് ടാൻ LHS എടുത്ത് പ്രൂവ് ചെയ്യുമ്പോൾ ടാൻ എന്ന് പറയുന്നത് നമുക്കിവിടെ നമ്മൾ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ നോക്കണം. അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് ടാൻ എ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. പിക്ചർ നോക്കുക. ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് BC ആണ്. BCയുടെ ലെങ്ത് തന്നിട്ടുണ്ട് നമുക്ക് സൈഡ് 3 ആണ്. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ AB തന്നിട്ടുണ്ട് 4 ആണ് അല്ലേ? അപ്പൊ 1 മൈനസ് ടാൻ സ്ക്വയർ 3/4 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3/4 the whole square അല്ലേ? 1 മൈനസ് 9/16 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 9/16 വരും. അപ്പൊ നമുക്ക് ഇതിന്റെ LCM കാണുമ്പോൾ 16 മൈനസ് 9 ഡിവൈഡഡ് ബൈ 16 ഡിവൈഡഡ് ബൈ 16 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 16. 16 16 നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. 16 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 7 ആണ്. 16 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 25 ആണ്. നമുക്ക് ഇപ്പം അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. എന്താണ്? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടിയിട്ടുണ്ട്? 7/25 ആണ് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നത്. ഇനി നമുക്ക് RHS നോക്കാം. RHS വരുന്നത് കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ആണ്. അതിലെ കോസ് സ്ക്വയർ എ നമുക്കറിയാം. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോണൂസ്. അഡ്ജസൻറ്റ് സൈഡ് 4 ഹൈപ്പോണൂസ് 5 അല്ലേ? 4/5 കോസ് സ്ക്വയർ ആയതുകൊണ്ട് 4/5 സ്ക്വയർ മൈനസ് സൈൻ വരുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോണൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് 3. അപ്പൊ 3 ആണ് നമുക്ക് വരുന്നത്. 3 ബൈ ഹൈപ്പോണൂസ്. ഹൈപ്പോണൂസ് എന്ന് പറയുന്ന 5 അപ്പം സ്ക്വയർ. അപ്പം നമുക്ക് നോക്കാം. 3/5 സ്ക്വയർ ആണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡ് ബൈ 25 മൈനസ് 9 ഡിവൈഡ് ബൈ 25. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 16 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7/25 ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 നോക്കിക്കേ. 7/25 ആണ്. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് 7/25. അപ്പൊ നമുക്ക് എന്താണ്? LHS is equal to RHS. കണ്ടോ പ്രൂവ് ചെയ്തത്? ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ RHS നമുക്ക് ഒന്നുകൂടെ നോക്കാം. കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ആണ് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പിന്നെ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോണൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക്
ഇവിടെ ആംഗിളിന്റെ അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന 4 ആണ്. അപ്പോൾ 4 ഹൈപ്പോട്ടനൂസ് 5 ആണ്. 4/5 ദ ഹോൾ സ്ക്വയർ മൈനസ് നമുക്ക് ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന 3 ആണ്. അപ്പൊ 3 ബൈ ഹൈപ്പോട്ടനൂസ് 5 3/5 ദ ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്വയർ എടുക്കുക. 4 സ്ക്വയർ 16 ആണ്. ഡിവൈഡഡ് ബൈ 25 3 സ്ക്വയറിന്റെ 9 ആണ്. ഡിവൈഡഡ് ബൈ 25 16 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 7 ആണ്. ഡിവൈഡ് ബൈ 25. അപ്പൊ അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ടാൻ സ്ക്വയർ എ പ്ലസ് 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 7/25 വന്നു. പിന്നെ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ നമുക്ക് 7/25 വന്നു. അപ്പൊ LHS ഈസ് ഈക്വൽ ടു RHS. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിലെ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വരാം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.